ഹായ് മക്കളെ, നമസ്കാരം. ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന പാഠഭാഗം കേരള പാഠാവലിയിലെ അവസാനത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പരിശോധിക്കാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് സെറ്റാക്കണം. ചോദ്യോത്തരത്തിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രവേശിക്കണം. ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. മൈക്കലാഞ്ചലോ മാപ്പ്. ലാപ്പിയത്ത എന്ന പ്രസിദ്ധമായിട്ടുള്ള ശില്പം ഒരു മയക്കുമരുന്നിന് അടിമയായ ചെറുപ്പക്കാരനാൽ തകർക്കപ്പെട്ട വാർത്ത പത്രത്തിൽ വായിച്ച് അറിഞ്ഞപ്പോൾ അത് ഒരു കവിത എഴുതാൻ ആർക്ക് പ്രേരകമായി മാറി? ONV കുറുപ്പിന് പ്രേരകമായി മാറി. അങ്ങനെ ആ പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ONV കുറുപ്പ് തയ്യാറാക്കിയ ഒരു കവിതയാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന കവിത. ലാപ്പിയത്ത എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ശില്പം, ലാപ്പിയത്ത എന്ന പേരിലുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള ശില്പം തകർക്കപ്പെട്ടപ്പോൾ അത് തൻ്റെ തലമുറയിൽ നിന്നുള്ള ഒരാളാണ് തകർത്തത് എന്നുള്ളത് കൊണ്ട് മൈക്കലാഞ്ചലോയോട് മാപ്പ് ചോദിക്കുകയാണ് ആര്? ONV കുറുപ്പ്. അപ്പോൾ കവിതയെ 3 തട്ടുകളായിട്ട് തിരിക്കാം. ആദ്യ ഭാഗത്ത് ലാപ്പിയത്ത എന്ന ശില്പ നിർമ്മാണത്തിന് ഉതകുന്ന ബൈബിളിലെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാം. രണ്ടാമത്തെ ഭാഗത്ത് മൈക്കലാഞ്ചലോ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതും അതിൻ്റെ കൂടെ കവി നിൽക്കുന്നതായിട്ടുള്ളൊരു ചിത്രം നമുക്ക് കാണാം. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഉന്മാദാവസ്ഥയിലായ ചെറുപ്പക്കാരനാൽ ഈ ശില്പം തകർക്കപ്പെടുന്ന കാഴ്ച എന്ത് ചെയ്യാം, നമുക്ക് കാണാൻ സാധിക്കും. മൈക്കലാഞ്ചലോ മാപ്പ് കവിത എഴുതിയിരിക്കുന്നത് ONV കുറുപ്പായിരുന്നു. ശില്പം ഇതായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ONV കുറുപ്പ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ONV കുറുപ്പ് ജനിച്ചത്. അധ്യാപകൻ, കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം വകുപ്പിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള കലാമണ്ഡലം ചെയർമാനായിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഗാനരചനയ്ക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ, 1998 പത്മശ്രീയും 2011 പത്മവിഭൂഷൺ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് ONV കുറുപ്പിന്. പ്രധാന കൃതികളൊക്കെ നോക്കുക. പാഠഭാഗം ഒറ്റ നോട്ടത്തിൽ നോക്കുക. മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് നടത്തിയ ആക്രമണത്തെ പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ കവിത. മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് നടത്തിയ ആക്രമണത്തെ പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ കവിത. പ്രതിമ തകർക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ്റെ അതിക്രമമാണ് കവിതയിലെ കേന്ദ്രബിന്ദു. പ്രതിമ തകർക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ്റെ അതിക്രമമാണ് ഈ കവിതയിലെ കേന്ദ്രബിന്ദു. ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്ത അതിക്രമമായി കവി അതിനെ കാണുന്നു. ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം എന്ത് ചെയ്തത്, ആ ചെറുപ്പക്കാരൻ ചെയ്തത്. പിയത്ത നേരിൽ കണ്ട അനുഭവമാണ് വായനക്കാർക്ക് ഈ കവിത നൽകുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ആറിത്തണുത്ത തിരുശരീരം മാതാവായ മറിയം മടിയിൽ താങ്ങിക്കിടത്തിയിരിക്കുന്നു. ഘനീഭവിച്ച വേദന ശിലയായും ദുഃഖത്തിൻ്റെ തീവ്രത സൂര്യനായും കവി കൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ മുത്തായും മുത്ത് നഷ്ടപ്പെട്ട പാഴ്ചിപ്പിയായി അമ്മയെയും കവി എന്ത് ചെയ്യുന്നു, ഇവിടെ സങ്കല്പിക്കുന്നു. പാഴ്ചിപ്പി മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയാണ്. ലാപ്പിയത്ത എന്ന പദത്തിൻ്റെ അർത്ഥം ദയ എന്നാണ്. ലാപ്പിയത്ത എന്ന പദത്തിൻ്റെ അർത്ഥം ദയ എന്നാണ്. ഇത് പാഠഭാഗത്തിൻ്റെ ആമുഖമായിട്ട് നമുക്ക് കാണാം. പാഠഭാഗം ഇതായിരുന്നു, നിങ്ങൾക്കറിയാം. നമ്മൾ ഇതിൻ്റെ നേരെ സംഗ്രഹത്തിലേക്ക് പോകുന്നു. ഓക്കെ, നോക്കാം. വിശ്വപ്രസിദ്ധ ചിത്രകാരനായ മൈക്കലാഞ്ചലോ വെണ്ണക്കല്ലിൽ സൃഷ്ടിച്ച അമൂല്യമായ ശില്പമാണ് ലാപ്പിയത്ത. ഈ ശില്പത്തിൻ്റെ നേർക്ക് മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ആക്രമണത്തെ പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. സെറ്റാണോ? നോക്കുക. വിശ്വപ്രസിദ്ധ ചിത്രകാരനായ മൈക്കലാഞ്ചലോ വെണ്ണക്കല്ലിൽ സൃഷ്ടിച്ച അമൂല്യമായ ശില്പമാണ് ലാപ്പിയത്ത. ഈ ശില്പത്തിൻ്റെ നേർക്ക് മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ആക്രമണത്തെ പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. പിയത്ത നേരിൽ കണ്ട അനുഭവമാണ് കവിത പകർന്നു നൽകുന്നത്. കുരിശിൽ നിന്ന് ഇറക്കിയ യേശുദേവന്റെ ജഡം മറിയത്തിൻ്റെ മടിയിൽ കിടക്കും വിധമാണ് പിയത്ത എന്ന ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. കുരിശിൽ നിന്ന് ഇറക്കിയ യേശുദേവന്റെ ജഡം മറിയത്തിൻ്റെ മടിയിൽ കിടക്കും വിധമാണ് പിയത്ത എന്ന ശില്പം നിർമ്മിച്ചിരിക്കുന്നത്.
വെളുത്ത ലില്ലിപ്പൂവിലെ ചുവപ്പ് രേഖ പോലെ യേശുവിൻ്റെ ശരീരമാകെ ചോര വാർന്ന പാടുണ്ടായിരുന്നു. വെളുത്ത ലില്ലിപ്പൂവിലെ ചുവപ്പ് രേഖ പോലെ യേശുവിൻ്റെ ശരീരമാകെ ചോര വാർന്ന പാടുണ്ടായിരുന്നു. തന്നോട് അതിക്രമങ്ങൾ കാട്ടിയവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാതി കൂമ്പിയ കണ്ണുകൾ. തന്നോട് അതിക്രമങ്ങൾ കാട്ടിയവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാതി കൂമ്പിയ കണ്ണുകൾ. തന്നിൽ നിന്ന് രൂപപ്പെട്ട മുത്തിനെ ആരോ കുത്തിപ്പിളർന്ന് അതിനെ വേദനയോടെ ആ അമ്മ മടിയിലേറ്റി. പാഴ്ചിപ്പിയുടെ മൂക സങ്കടം പോലെ എന്ത് ചെയ്യുന്നു, അമ്മ ഇരിക്കുന്നു. തന്നിൽ നിന്ന് എന്ത് ചെയ്തു, ഈ മുത്തിനെ അടർത്തിക്കൊണ്ടുപോയി. എന്നിട്ട് അതിനെ ആകെ കുത്തിപ്പിളർത്തിയിട്ട് തിരിച്ചെന്ത് ചെയ്യാണ്, അമ്മയുടെ മടിയിലേക്ക് കൊടുക്കുകയാണ്. ആ പാഴ്ചിപ്പിയുടെ മൂക സങ്കടം പോലെയാണ് അമ്മ ഇരിക്കുന്നത്. അമ്മയ്ക്ക് കരയുവാൻ കണ്ണുനീരില്ല, ഉരിയാടുവാൻ വാക്കുകളില്ല. ശില്പനിർമ്മാണം സാവധാനമായിരുന്നെങ്കിൽ വളരെ സമയമെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശില്പനിർമ്മാണം നടന്നത്. പക്ഷേ ശില്പഭഞ്ജനം, ശില്പത്തെ തകർത്തത് പെട്ടെന്നായിരുന്നു. സൃഷ്ടിക്കായി ചുറ്റിക കൈകളിലേന്തിയ പഴയ തലമുറ, പഴയ ആളുകൾ ചുറ്റിക കൈകളിലേന്തിയത് നല്ല സൃഷ്ടികൾ, പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ തച്ചുടയ്ക്കാനായിട്ടാണ്. നിർമ്മിക്കപ്പെട്ട വസ്തുക്കളെ തകർക്കാൻ വേണ്ടി മാത്രം ചുറ്റിക എടുക്കുന്ന ഡ്രഗുകളുടെ പുതിയ തലമുറയും ഇവിടെ വെളിപ്പെടുന്നു. സെറ്റാണല്ലോ. ഒരിക്കൽ കൂടി കേൾക്കുക. വിശ്വപ്രസിദ്ധ ചിത്രകാരനായ മൈക്കലാഞ്ചലോ വെണ്ണക്കല്ലിൽ സൃഷ്ടിച്ച അമൂല്യമായ ശില്പമാണ് ലാ പിയത്ത. ഈ ശില്പത്തിൻ്റെ നേർക്ക് മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ആക്രമണത്തെ പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. പിയത്ത നേരിൽ കണ്ട അനുഭവമാണ് കവിത പകർന്നു നൽകുന്നത്. കുരിശിൽ നിന്ന് ഇറക്കിയ യേശുദേവന്റെ ജഡം മറിയത്തിൻ്റെ മടിയിൽ കിടക്കും വിധമാണ് പിയത്ത എന്ന ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. വെളുത്ത ലില്ലിപ്പൂവിലെ ചുവപ്പ് രേഖ പോലെ യേശുവിൻ്റെ ശരീരമാകെ ചോര വാർന്ന പാടുണ്ടായിരുന്നു. തന്നോട് അതിക്രമങ്ങൾ കാട്ടിയവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാതി കൂമ്പിയ കണ്ണുകൾ. തന്നിൽ നിന്ന് രൂപപ്പെട്ട മുത്തിനെ ആരോ കുത്തിപ്പിളർന്ന് അതിനെ വേദനയോടെ ആ അമ്മ മടിയിലേറ്റി. പാഴ്ചിപ്പിയുടെ മൂക സങ്കടം പോലെയാണ് അമ്മ ഇരിക്കുന്നത്. അമ്മക്ക് കരയുവാൻ കണ്ണുനീരില്ല, ഉരിയാടുവാൻ വാക്കുകളില്ല. ശില്പനിർമ്മാണം സാവധാനമായിരുന്നെങ്കിൽ ശില്പനിർമ്മാണം മൈക്കലാഞ്ചലോ പൂർത്തിയാക്കുന്നത് ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ്. എന്നാൽ ശില്പം തകർക്കാൻ ആ ഭ്രാന്തന് വളരെ പെട്ടെന്ന് സാധിച്ചു. സൃഷ്ടിക്കായി ചുറ്റിക കൈകളിലേന്തിയ പഴയ തലമുറ, പണ്ടത്തെ തലമുറ സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ചുറ്റിക കൈകളിലേന്തി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക തലമുറ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ചുറ്റിക കൈകളിലേന്തുന്നതെന്ന് ONV കുറുപ്പ് എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. സെറ്റാണല്ലോ. സെറ്റ്. ദെൻ നെക്സ്റ്റ്, അവന് ചുറ്റും ബിംബ ഭഞ്ജക പരിവേഷം അണിയിക്കുവാൻ ഏതോ ക്യാമറ കൺചിമ്മുന്നു. ഈ വരികളിലെ സാമൂഹിക വിമർശനം കണ്ടെത്തി എഴുതുക. അവന് ചുറ്റും ബിംബ ഭഞ്ജക പരിവേഷം അണിയിക്കുവാൻ ഏതോ ക്യാമറ കൺചിമ്മുന്നു. അവസാനത്തെ വരി ഇങ്ങനെയാണ് എന്ത് തീരുന്നത്. ഈ വരികളിലെ സാമൂഹിക വിമർശനം കണ്ടെത്തി എഴുതുക. ഞാൻ യേശു എന്ന ജൽപ്പനത്തോടെ അധർമ്മം ചെയ്തവനെ അവനൊരു വീര പരിവേഷം നൽകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ക്യാമറകൾ എല്ലാവരും ചുറ്റും നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പരാമർശിക്കുന്നത്. ഞാൻ യേശു എന്ന ജൽപ്പനത്തോടെ അധർമ്മം ചെയ്തവനെ വിഗ്രഹഭഞ്ജകനായി വാഴ്ത്തുന്ന മാധ്യമങ്ങളോടും സമൂഹത്തോടും കടുത്ത വിയോജിപ്പ് എന്ത് ചെയ്യുന്നു, കവി ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഞാൻ യേശു എന്ന ജൽപ്പനത്തോടെ അധർമ്മം ചെയ്തവനെ വലിയ എന്താ പറയുക, ഒരു ഫോട്ടോ ഒക്കെ കൊടുത്ത് ആരാധിക്കുന്ന രൂപത്തിലേക്ക് സാധനങ്ങൾ മാറ്റിയെടുക്കുന്ന മാധ്യമങ്ങളോടും സമൂഹത്തോടും കടുത്ത വിയോജിപ്പാണ് ആര് പ്രകടിപ്പിക്കുന്നത്, കവി പ്രകടിപ്പിക്കുന്നത്. നോക്കുക, പാഴ്ചിപ്പി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്താണ്? പാഴ്ചിപ്പി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്താണ്? മകന്റെ ചേതനയറ്റ ജീവനില്ലാത്ത ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന അമ്മയെ പാഴ്ചിപ്പിയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. വിലപിടിപ്പുള്ള മുത്തിന് ജന്മം കൊടുക്കുന്ന ചിപ്പിയിൽ നിന്നും മുത്ത് നഷ്ടപ്പെടുമ്പോൾ ചിപ്പി ഒരു പാഴ്വസ്തുവായി മാറുന്നു. ഓർക്കുക, വിലപിടിപ്പുള്ള മുത്തിന് ജന്മം കൊടുക്കുന്ന ചിപ്പിയിൽ നിന്നും മുത്ത് നഷ്ടപ്പെടുമ്പോൾ ചിപ്പി ഒരു പാഴ്വസ്തുവായി മാറുന്നു. ഇവിടെ അമ്മയാകുന്ന ചിപ്പിയിൽ നിന്നും വേർപിരിഞ്ഞ മുത്താണ് മകനായ യേശുദേവൻ. മകന്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അമ്മയുടെ ജന്മം പാഴ്ജന്മമാണ് എന്നുകൂടി എന്ത് ചെയ്യാം, നമുക്ക് അർത്ഥമെടുക്കാം. നോക്കുക, മകന്റെ ചേതനയറ്റ ശരീരം
മകന്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന അമ്മയെ പാഴ്ചിപ്പിയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. വിലപിടിപ്പുള്ള മുത്തിന് ജന്മം കൊടുക്കുന്ന ചിപ്പിയിൽ നിന്നും മുത്ത് നഷ്ടപ്പെടുമ്പോൾ ചിപ്പി ഒരു പാഴ്വസ്തുവായി മാറുന്നു. ഇവിടെ അമ്മയാകുന്ന ചിപ്പിയിൽ നിന്നും വേർപിരിഞ്ഞ മുത്താണ് മകനായ യേശുദേവൻ. മകന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അമ്മയുടെ ജന്മം പാഴ്ജന്മമാണ് എന്ന് ഇവിടെ സൂചിതമാകുന്നു. സെറ്റാണല്ലോ? ഓക്കെ. മാപ്പ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിവില്ല. മാപ്പ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിവില്ല എന്ന് ONV കുറിപ്പ് പറയുന്നുണ്ട്. കവിയുടെ ഈ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? തൻ്റെ കാലത്തിലാണല്ലോ ഈ ദുഷ്ചെയ്തി നടന്നത് എന്ന അപമാനം കവിക്കുണ്ട്. തൻ്റെ കാലത്തിലാണല്ലോ ഈ ദുഷ്ചെയ്തി നടന്നത് എന്ന അപമാനം കവിക്കുണ്ട്. ശില്പഭഞ്ജനത്തിലെ വ്യസനവും ലോകത്തിലെ സാംസ്കാരിക പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനുള്ള വേദനയും ഈ വാക്കുകളിൽ കാണാം. തൻ്റെ കാലത്തിലാണല്ലോ ഈ ദുഷ്ചെയ്തി നടന്നത് എന്ന അപമാനം കവിക്കുണ്ട്. ശില്പം തകർക്കപ്പെട്ടതിലുള്ള സങ്കടവും ലോകത്തിലെ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നതിനുള്ള വേദനയും ഈ വാക്കുകളിൽ എന്ത് ചെയ്യുന്നു? അടങ്ങിയിരിക്കുന്നു. മൈക്കലാഞ്ചലോവിനോട് നന്ദിയും മാപ്പും പറയുക വഴി കവി നൽകുന്ന സന്ദേശം എന്താണ്? കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മൈക്കലാഞ്ചലോവിനോട് നന്ദിയും മാപ്പും പറയുന്നത് വഴി കവി നൽകുന്ന സന്ദേശം എന്താണ്? കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നിർമ്മിക്കാനല്ല സംഹരിക്കാനാണ് പുതിയ തലമുറ ഊറ്റം കൊള്ളുന്നത്. യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ പഴയത് എന്തിനേയും മാറ്റി നിർത്തുന്നു. അതിൻ്റെ ഗുണവശം എന്ത് ചെയ്യുന്നില്ല? കണക്കിലെടുക്കുന്നേയില്ല. മയക്കുമരുന്നുകളുടെ ലോകത്തിലേക്ക് സ്വയം ഉൾവലിയുന്നു എന്നിങ്ങനെയുള്ള നല്ലൊരു സന്ദേശം ഈ കവിത ഉൾക്കൊള്ളുന്നു. പ്രതിമ തകർത്തതിലുള്ള ആവേശം പുതിയ തലമുറയുടെ അനാവശ്യമായ ആവേശത്തിൻ്റെ പ്രതീകമാണ്. നശിപ്പിക്കുന്നതിൽ ആവേശം കണ്ടെത്തുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടെന്നും ചിന്താശൂന്യമായ ആക്രോശവും ലക്ഷ്യബോധമില്ലാത്ത പ്രവൃത്തിയും ലഹരിയിൽ അടിമത്തം കണ്ടെത്തലും യാതൊരു പ്രയോജനവും ലോകത്തിന് നൽകാനില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കവിത. നോക്കുക, നിർമ്മിക്കാനല്ല സംഹരിക്കാനാണ് പുതിയ തലമുറ ഊറ്റം കൊള്ളുന്നത്. യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ പഴയതെന്തിനേയും യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ പഴയതെന്തിനേയും മാറ്റി നിർത്തുന്നു. അതിൻ്റെ ഗുണവശം കണക്കിലെടുക്കുന്നതേയില്ല. മയക്കുമരുന്നുകളുടെ ലോകത്തിലേക്ക് സ്വയം ഉൾവലിയുന്നു എന്നിങ്ങനെയുള്ള നല്ലൊരു സന്ദേശം ഈ കവിത ഉൾക്കൊള്ളുന്നു. പ്രതിമ തകർത്തതിലുള്ള ആവേശം പുതിയ തലമുറയുടെ അനാവശ്യമായ ആവേശത്തിൻ്റെ പ്രതീകമാണ്. നശിപ്പിക്കുന്നതിൽ ആവേശം കണ്ടെത്തുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടെന്നും ചിന്താശൂന്യമായ ആക്രോശവും ലക്ഷ്യബോധമില്ലാത്ത പ്രവൃത്തിയും ലഹരിയിൽ അടിമത്തം കണ്ടെത്തലും യാതൊരു പ്രയോജനവും ലോകത്തിന് നൽകാനില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കവിത. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഒരു വെൺലില്ലിപ്പൂവിൻ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ വരികളിലെ സാദൃശ്യ കൽപ്പനയുടെ ഭംഗി കണ്ടെത്തുക. ചോദ്യം ഒന്നുകൂടി സെറ്റാക്കുക. ഒരു വെൺലില്ലിപ്പൂവിൻ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകളുടലാകെ. ഒരു വെളുത്ത ലില്ലിപ്പൂവിലെ രക്തരേഖകൾ പോലെ ചോര വാർന്നൊഴുകി ആറിത്തണുത്ത ശരീരം എന്ന വിശേഷണം യേശു ഏറ്റുവാങ്ങിയ പീഡനാനുഭവത്തിൻ്റെ അടയാളമായി ശോഭിക്കുന്നു. ഒരു വെളുത്ത ലില്ലിപ്പൂവിലെ രക്തരേഖകൾ പോലെ ചോര വാർന്നൊഴുകി ആറിത്തണുത്ത ശരീരം എന്ന വിശേഷണം യേശു ഏറ്റുവാങ്ങിയ പീഡനാനുഭവത്തിൻ്റെ അടയാളമായി ശോഭിക്കുന്നു. കുരിശേറ്റിയ യേശുവിൻ്റെ ശരീരം അത് മറിയത്തിൻ്റെ മടിത്തട്ടിൽ രക്തരേഖകൾ പടർന്ന ലില്ലിപ്പൂ പോലെ വാടിക്കിടക്കുകയാണ്. യേശുവിൻ്റെ ശരീരത്തെ വെളുത്ത ലില്ലിപ്പൂവായും ശരീരത്തിലെ ചോരയൊലിക്കുന്ന പാടുകളെ രക്തരേഖകളായും ചിത്രീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തെ വെളുത്ത ലില്ലിപ്പൂവായും ശരീരത്തിലെ ചോര ഒലിക്കുന്ന പാടുകളെ രക്തരേഖകളായും ചിത്രീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തിൻ്റെ നിറവും ലില്ലിപ്പൂവിൻ്റെ ഇമ്പമാർന്ന നറുമണത്തെ ദ്യോതിപ്പിക്കുന്ന ഹൃദയ നൈർമല്യവും ക്രൂരമായ പീഡനങ്ങളും എല്ലാം ഉൾക്കൊള്ളുവാൻ ഈ സദൃശ കൽപ്പനക്ക് സാധിച്ചിരിക്കുന്നു. സെറ്റാണല്ലോ? നോക്കുക, ഒരു വെളുത്ത ലില്ലിപ്പൂവിലെ രക്തരേഖകൾ പോലെ ചോര വാർന്നൊഴുകി ആറിത്തണുത്ത ശരീരം എന്ന വിശേഷണം യേശു ഏറ്റുവാങ്ങിയ പീഡനാനുഭവത്തിൻ്റെ അടയാളമായി ശോഭിക്കുന്നു. കുരിശേറ്റിയ യേശുവിൻ്റെ ശരീരം അത് മറിയത്തിൻ്റെ മടിത്തട്ടിൽ
രക്തരേഖകൾ പടർന്ന ലില്ലിപ്പൂ പോലെ വാടിക്കിടക്കുകയാണ്. യേശുവിൻ്റെ ശരീരത്തെ വെളുത്ത ലില്ലിപ്പൂവായും ശരീരത്തിലെ ചോരയൊലിക്കുന്ന പാടുകളെ രക്തരേഖകളായും ചിത്രീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തിൻ്റെ നിറവും ലില്ലിപ്പൂവിൻ്റെ ഇമ്പമാർന്ന നറുമണത്തെ ദ്യോതിപ്പിക്കുന്ന ഹൃദയ നൈർമല്യവും ക്രൂരമായ പീഡനങ്ങളും എല്ലാം ഉൾക്കൊള്ളുവാൻ ഈ സദൃശ കൽപ്പനയ്ക്ക് സാധിച്ചിരിക്കുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ഭൂമിക്കൊപ്പം അഴലിൻ ചുവടുമായിരിക്കും ഒരമ്മയെ. ഭൂമിക്കൊപ്പം അഴലിൻ ചുവട് എന്നീ പ്രയോഗങ്ങളുടെ ധ്വനി എന്ത്? ഭൂമിക്കൊപ്പം അഴലിൻ ചുവട് എന്നീ പ്രയോഗങ്ങളുടെ ധ്വനി എന്ത്? മകൻ്റെ ചേതനയറ്റ ജീവനില്ലാത്ത ശരീരം അമ്മക്ക് ദുഃഖഭാരമാണ് നൽകുന്നത്. എന്നാൽ എല്ലാം സഹിക്കുന്നവളാണ് ഭൂമി. ഭൂമിക്കൊപ്പം എന്ന പ്രയോഗം അമ്മയുടെ സഹനശീലത്തെ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ഭൂമിയെപ്പോലെ സഹിക്കുന്നവളാണ് അമ്മ എന്ന അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. മകൻ്റെ ചേതനയറ്റ ശരീരം അമ്മക്ക് ദുഃഖഭാരമാണ് നൽകുന്നത്. സർവം സഹയാണ് ഭൂമി. ഭൂമിക്കൊപ്പം എന്ന പ്രയോഗം അമ്മയുടെ സഹനശീലത്തെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. സെറ്റ്? റെഡിയാണല്ലോ. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിച്ച് ചോദ്യോത്തരം സെറ്റ് ആയിക്കോളുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ചാപ്റ്ററായിട്ട് മാഷ് അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാർ. ഓക്കെ, താങ്ക് യു.